അധ്യായം 14. വെർച്വൽ സിഇഒ. അർജുന്റെ മീറ്റിംഗുകളെല്ലാം പറഞ്ഞതുപോലെ സമയത്ത് തന്നെ കഴിഞ്ഞു. ഇനി ലോസ് ഏഞ്ചൽസിലേക്ക് തിരിക്കാനുള്ള സമയമായി. അസ്തമയ സൂര്യൻ മലനിരകളിലേക്ക് താഴുമ്പോൾ ഡെൻവർ രത്നക്കല്ലുകൾ പതിപ്പിച്ച ചവുക്കാളം പോലെ തിളങ്ങി. അർജുൻ ഒരു ഗ്ലാസ് വെള്ളം ഓർഡർ ചെയ്തു. ഈ മനുഷ്യന് കുടിക്കാൻ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാമെങ്കിലും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ആരോഗ്യകരമായ പാനീയം തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. ഞാനൊരു ജിഞ്ചർ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് കണ്ണുകൾ അടച്ച് സീറ്റിൽ ചാരിയിരുന്നു. ഒരു മീറ്റിംഗിലും പങ്കെടുത്തില്ലെങ്കിലും എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. കാരണം അത്രത്തോളം ചിന്തിക്കാനുണ്ടായിരുന്നു. അർജുന്റെ ഇന്നത്തെ കോച്ചിങ്ങിന്റെ 2ാം ഭാഗം ബാക്കിയുണ്ട്. അതിനായി ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. ഇരുട്ടു മൂടിക്കൊണ്ടിരിക്കുന്ന നഗരത്തെ ജനാലയിൽ കൂടി നോക്കിക്കൊണ്ട് അർജുൻ ഒരു കഥ പറയാൻ തുടങ്ങി. ഒരുപാട് നാളുകൾക്ക് മുൻപ് 4 യുവാക്കൾ സമ്പന്നരാകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. അവർ അതിനായി രത്നങ്ങൾ തിരഞ്ഞ് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചു. ഒരു ദിവസം ഒരു ദ്വീപിൽ ധാരാളം അമൂല്യമായ രത്നങ്ങൾ ഉണ്ടെന്ന് കേട്ടു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവിടെ എത്തണമെങ്കിൽ വള്ളം വേണം. എന്നാൽ അവർക്ക് വള്ളമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു മരം മുറിച്ച് ഒരു ചെറിയ ചങ്ങാടം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. അവർ ഭയങ്കര പരിസ്ഥിതി സ്നേഹികളാണല്ലോ. ഞാൻ ചിരിച്ചു. അർജുൻ എന്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ല, അവർക്ക് എങ്ങനെയെങ്കിലും സമ്പന്നരാകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അവർ ചങ്ങാടമുണ്ടാക്കി. പക്ഷേ വലിയ ഓളങ്ങളും തിരമാലകളുമായി അവർ ദ്വീപിലെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഏറെ ദിവസങ്ങളിലെ കഷ്ടപ്പാടുകൾ സഹിച്ച് അവരവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ദ്വീപിലെത്തിയപ്പോൾ തന്നെ തങ്ങൾ കേട്ട കാര്യം സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. എല്ലായിടത്തും രത്നങ്ങളുടെ തിളക്കം. 4 യുവാക്കളും പലയിടത്തു നിന്നായി രത്നങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ദ്വീപിന്റെ കൂടുതൽ ഉള്ളിലേക്ക് എല്ലാവരും നടന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരന് വിഷമം. നമ്മളിങ്ങനെ ആവശ്യം കഴിഞ്ഞപ്പോൾ ചങ്ങാടത്തെ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ല. നമുക്ക് എങ്ങനെ ഇങ്ങനെ നന്ദിയില്ലാത്തവരായി പെരുമാറാൻ കഴിയും? അയാൾ ചോദിച്ചു. ആ ചങ്ങാടത്തെ കൂടി നമുക്ക് കൊണ്ടുപോകാം. നമ്മളെ ഇവിടെ എത്തിച്ചത് ആ ചങ്ങാടമല്ലേ? ശരിയാണല്ലോ. മറ്റുള്ളവരത് അംഗീകരിച്ചു. പോകുന്നിടത്തെല്ലാം ആ ചങ്ങാടവും കൂടെ കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു. ഓരോരുത്തരായി മാറി മാറി ചങ്ങാടത്തെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ആകെ മടുത്തു. ചങ്ങാടവും ചുമന്നുകൊണ്ട് രത്നങ്ങൾ ശേഖരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി. അതായത് എന്തിനാണോ അവർ ചങ്ങാടം ഉണ്ടാക്കിയത് ആ കാര്യം മാത്രം നടക്കാതായി. എന്നിരുന്നാലും തങ്ങൾ ചെങ്ങാടത്തോട് സത്യസന്ധത കാണിച്ചാൽ അവസാനം അതിന് ചെങ്ങാടം പ്രതിഫലം തരുമെന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷെ സമയം ചെല്ലുന്തോറും അവർ കൂടുതൽ തളർന്നുകൊണ്ടിരുന്നു. തിരിച്ചുപോകാൻ സമയമായി. ചങ്ങാടം തള്ളി ദ്വീപിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കാത്ത വിധം എല്ലാവരും ക്ഷീണിച്ച് അവശരായി. കയ്യിൽ രത്നവും പിടിച്ച് അവരെല്ലാം ആ ദ്വീപിൽ കിടന്ന് മരിച്ചു. കുറച്ചു നേരത്തോളം ഞാൻ അർജുനെ തുറച്ചു നോക്കിക്കൊണ്ട് ആ കഥയെക്കുറിച്ച് ആലോചിച്ചു. അത് കഷ്ടമായിപ്പോയി. ശരിയാണ്, അദ്ദേഹം അത് അംഗീകരിച്ചു. ചങ്ങാടം ചുമന്ന് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ എന്തിനാണ് അവർ അങ്ങനെ ചെയ്തത്? ഞാൻ ചോദിച്ചു. അതവിടെ ഉപേക്ഷിച്ചു പോയിട്ട് തിരിച്ചെത്തി ആവശ്യമുള്ളപ്പോൾ എടുത്താൽ പോരായിരുന്നോ അവർക്ക്? അർജുൻ തലയാട്ടി. കേൾക്കുമ്പോൾ ദുഃഖകരവും എന്നാൽ വിചിത്രവുമായി തോന്നുന്ന ഈ കഥയെ പോലെയാണ് പല ബിസിനസ്സുകളും, ലിൻഡ. ഇതിലെ ചങ്ങാടം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോസസ്സിനെയാണ്. ചിലർ ഈ ചങ്ങാടം ആളുകളാണെന്ന് വിചാരിക്കും. നമ്മുടെ ബിസിനസ്സിനെ ഉയർച്ചയിലേക്ക് എത്തിച്ച ആളുകളെ കുടുംബം പോലെ കരുതണം. ഞാനിവിടെ പ്രോസസ്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പഴയ കാലത്ത് തങ്ങൾ ഉപയോഗിച്ചിരുന്ന, തങ്ങളെ ഇതുവരെ എത്താൻ സഹായിച്ച പഴയ പ്രോസസ്സുകളെ ബിസിനസ്സുകാർ ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാരവും ആയാസവും കാരണം വിപണിയിൽ നിന്ന് രത്നങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എല്ലാ സംരംഭകരെയും പ്രതീക്ഷിച്ച് അവരവരുടെ മേഖലകളിൽ രത്നങ്ങൾ കാത്തിരിക്കുന്നു. പക്ഷെ ബിസിനസ് ഉടമകളാകട്ടെ ചങ്ങാടത്തോട് അഥവാ പഴയ രീതികളോട് കൂറു പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്, തങ്ങൾക്ക് എന്നെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്. പക്ഷെ അത് സംഭവിക്കാൻ പോകുന്നില്ല. ഒരു സംരംഭകന് വളരാൻ കഴിയണമെങ്കിൽ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരാനുള്ള മനോഭാവവും വരാനിരിക്കുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ രത്നങ്ങളും കയ്യിൽ പിടിച്ച് മരിക്കാനുള്ള വിധിയായിരിക്കും അയാൾക്കുള്ളത്. അതുകൊള്ളാം, ഇന്ത്യാന ജോൺസ് സിനിമ പോലെയുണ്ട്. അതെ, നീയാണ് ഇന്ത്യാന ജോൺസ്. നീയാണ് ഹീറോ.
നിന്നേക്കാൾ മുമ്പേ വന്ന് നിധി തേടുന്നതിനിടയിൽ സ്വർണ വിഗ്രഹങ്ങളും ചാക്കുകണക്കിന് രത്നങ്ങളും കയ്യിൽ പിടിച്ച് മരിച്ചുപോയ മറ്റു നൂറുകണക്കിന് പേരെക്കാൾ നീ വേഗതയുള്ളവളും സ്മാർട്ടുമായിരിക്കണം. എനിക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളൊരു സംഭവമാണ് അർജുൻ. കേട്ടിട്ട് ഗംഭീരമായി തോന്നുന്നു. എന്നാൽ എനിക്കൊരു സംശയം ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അർജുൻ പറഞ്ഞതിനർത്ഥം ഒരു പ്രോസസ്സും ഇല്ലാതെ ബിസിനസ്സുകൾ വളരെ വേഗത്തിൽ പ്രവർത്തിക്കണമെന്നാണോ? അത് ശരിയാകില്ലല്ലോ, ഞാൻ ചോദിച്ചു. അദ്ദേഹം തന്റെ കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വെച്ചു. തീർച്ചയായും അല്ല. നമുക്കതിനെക്കുറിച്ച് ഒരു മിനിറ്റ് സംസാരിക്കാം. 20 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ബിസിനസ് തുടങ്ങുന്നത്. വീടുകൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു കൊടുക്കുന്ന സംരംഭം. MM ബിൽഡേഴ്സ് എന്നായിരുന്നു എൻ്റെ കമ്പനിയുടെ പേര്. യാതൊരുവിധ പ്രോസസ്സും ഇല്ലാത്ത ബിസിനസ്. ഞാൻ വീട് ഡിസൈൻ ചെയ്യും. എൻ്റെ ജൂനിയർ ആർക്കിടെക്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ഞാൻ പരിശോധിച്ചിരുന്നില്ല. അയാളുടെ ജോലി കൃത്യമായി ചെയ്യുമെന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ചു. ഞങ്ങൾ എസ്റ്റിമേറ്റ് അടങ്ങിയ പ്രപ്പോസൽ ഉപഭോക്താക്കൾക്ക് കൊടുത്തു. ചില എസ്റ്റിമേറ്റിലെ തുകകൾ നിർമ്മാണ ചിലവിനേക്കാൾ 20% വരെ കുറവായിരുന്നു. ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് ആണ് അതെന്ന് ഓർക്കണം. അധികനാള സംരംഭം പോയി കാണില്ലല്ലേ, ഞാൻ ചോദിച്ചു. അർജുൻ തന്റെ പുരുകമുയർത്തി. കഥ തീർന്നിട്ടില്ല. പല ജോലിക്കാരും ഞാനില്ലാത്തപ്പോൾ പണി ചെയ്യാതെ കിടന്നുറങ്ങുകയോ വെറുതെ ഇരിക്കുകയോ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് അവരുടെ ജോലിയുടെ കാര്യക്ഷമത നോക്കാനുള്ള സംവിധാനമില്ലായിരുന്നു. ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ അവർ ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു. വരുന്നുണ്ടെന്നറിഞ്ഞാൽ അവർ വളരെ കാര്യക്ഷമമായി ജോലി ചെയ്യുന്നത് പോലെ എൻ്റെ മുന്നിൽ നടിക്കും. ഞാൻ വരുമ്പോൾ ആകെ ബഹളം. എല്ലാവരും ഓടി നടന്ന് ജോലി ചെയ്യുന്നു. ഇഷ്ടിക മുകളിലേക്ക് കയറ്റുന്നു, താഴേക്കിറക്കുന്നു. ഇത്രയും സേവന മനോഭാവമുള്ള ജീവനക്കാരുമായി സ്ഥാപനം നടത്താൻ സാധിക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നി. വളരെ പ്രാധാന്യമുള്ള ഫോൺ നമ്പറുകൾ അടങ്ങിയ എൻ്റെ ബാഗ് പിടിക്കാൻ ഞാനൊരു അസിസ്റ്റന്റിനെയും ജോലിക്കെടുത്തു. യാദൃച്ഛികമെന്നോണം അയാളുടെ വീട്ടുപേര് തന്നെ വെട്ടിക്കലെന്നായിരുന്നു. എൻ്റെ മാതൃഭാഷയായ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ചതിയെന്നാണ്. ഏതൊരു 20കാരനെയും പോലെ എൻ്റെ കമ്പനി $multi-million ബിസിനസ്സായി മാറുന്നതും സ്വപ്നം കണ്ട് ഞാനിരുന്നു. നിഷ്കളങ്കരും തുടക്കക്കാരുമായ എല്ലാ സംരംഭകർക്കും തന്നെ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ അല്ലേ ഇതും. അതുകൊണ്ട് നിങ്ങൾ സ്വയം അത്ര മോശമായി ചിന്തിക്കേണ്ടതില്ല അർജുൻ, ഞാൻ പറഞ്ഞു. അർജുൻ ചിരിച്ചു. അക്കൗണ്ടിങ്ങോ ബുക്ക് കീപ്പിങ്ങോ ഞാൻ നടത്തിയില്ല. പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അതുപോലെ പുറത്തേക്ക് പോയി. നിർമ്മാണ ചെലവ് എത്രയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലാഭകരമാണോ അല്ലയോ എന്നും എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാം ഒരു ഊഹത്തിന്റെ പുറത്താണ് മുന്നോട്ട് പോയിരുന്നത്. അവസാനം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. ഫെറാറി വാങ്ങാനും ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിക്കാനും പ്രാപ്തിയുള്ള ഒരു $multi-millionaire നിങ്ങൾ മാറി, ഞാൻ പറഞ്ഞു. ശരി, പക്ഷെ കഥ തീർന്നിട്ടില്ല. ഇത് കഥയുടെ മധ്യഭാഗമാണ് ലിൻഡ. അദ്ദേഹം ഉറക്കെ ചിരിച്ചു. നിങ്ങളും അന്ന് എടുത്ത തീരുമാനത്തെ ഓർത്ത് എന്നെപ്പോലെ കടലിൽ നിന്ന് കരഞ്ഞ് കടൽ വെള്ളത്തിന്റെ ഉപ്പുരസം വീണ്ടും കൂട്ടിയോ? അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് 30 ലക്ഷം രൂപ കടത്തിലാണ് ഞാൻ ബിസിനസ് അവസാനിപ്പിച്ചത്. പ്രോസസ് ഇല്ലാത്ത ബിസിനസ് പരാജയപ്പെടുമെന്ന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പ്രോസസ് ഒരു ഒഴിയാബാധയെ പോലെ കൊണ്ടു നടക്കുന്ന സംരംഭകനും പരാജയത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. സാഹചര്യങ്ങൾക്കൊപ്പം മാറ്റം വരുത്തുന്ന തരത്തിൽ അഡാപ്റ്റീവ് പ്രോസസ് ഉള്ള ബിസിനസ്സുകൾ മാത്രമേ നിലനിൽക്കൂ. ഒരു പ്രോസസ്സിനാൽ നയിക്കപ്പെടുന്ന കമ്പനിയാണ് നിങ്ങൾ സൃഷ്ടിക്കേണ്ടത്, അല്ലാതെ ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥാപനമല്ല. ഓർക്കുക, വെറുതെ ചില പ്രോസസ്സുകളെ ആശ്രയിച്ചല്ല, കാലോചിതവും അവസരോചിതവുമായ പ്രോസസ്സുകൾ മുന്നോട്ട് നയിക്കുന്ന സ്ഥാപനമാണ് അഭികാമ്യം. ചങ്ങാടമില്ലാതെയായ യുവാക്കളായ യാത്രക്കാർക്ക് നദി കടന്ന് രത്നങ്ങൾ നിറഞ്ഞ ദ്വീപിലെത്താൻ കഴിയില്ലായിരുന്നു. പക്ഷെ അവർ ദ്വീപിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ അവർക്ക് രത്നങ്ങൾ കണ്ടുപിടിക്കാൻ പുതിയൊരു പ്രോസസ്സായിരുന്നു വേണ്ടിയിരുന്നത്. നിങ്ങളുടെ സ്ഥാപനം ഉപയോഗിക്കുന്ന എല്ലാ പ്രോസസ്സും എന്തുകൊണ്ട് എന്ന് ചോദിച്ച് എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. സ്റ്റീവ് ജോബ്സ് 2ാം തവണ ആപ്പിളിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതായിരുന്നു ചെയ്തത്. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്? ആപ്പിൾ സ്വീകരിച്ച ഓരോ പ്രോസസ്സിനെയും കുറിച്ചും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. നിരന്തരമുള്ള ചോദ്യങ്ങളും അങ്ങേയറ്റത്തെ വിശകലനവും എല്ലാവരെയും വട്ടുപിടിപ്പിച്ചു. പക്ഷെ അത് ആവശ്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ചോദ്യം ചോദിച്ച് എല്ലാവരെയും വട്ടാക്കണമെന്നാണോ? അതെ, പക്ഷെ പൂർണ്ണമായ സഹാനുഭൂതിയോടെ. വാൾട്ട് ഡിസ്നി തന്റെ ആനിമേറ്റർമാരെ നിർബന്ധിക്കുകയും ചോദ്യം ചെയ്യുകയും വീണ്ടും നിർബന്ധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു. സ്വന്തം കംഫർട്ട് സോണിൽ ഇരിക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും.
പക്ഷേ അസാധാരണമായ ഒന്ന് സൃഷ്ടിച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ ജീവനക്കാർ അവിടെ ഉള്ളത്. അവരുടെ കരിയറിൽ വിജയിക്കാൻ അവരെ സഹായിക്കുകയും നിങ്ങളുടെ ബിസിനസ് അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. അർജുൻ വിശദീകരിച്ചു. അപ്പോൾ എനിക്കൊരു ബിസിനസ് പ്രോസസ് ഉണ്ടാകണം. പക്ഷെ ഞാനത് ആവശ്യം വരുമ്പോൾ മാറ്റം വരുത്താൻ തയ്യാറാകണം. എനിക്ക് കിട്ടിയ പുതിയ അറിവ് ഉപയോഗിക്കാൻ എനിക്ക് ധൃതിയായി. ബിസിനസ്സിലെ ഒരു തിളങ്ങുന്ന താരമാകുന്നത് ഞാൻ മനസ്സുകൊണ്ട് അനുഭവിച്ചു. അത് തന്നെ. അർജുൻ എനിക്ക് വേണ്ടി കൈയടിച്ചു. എന്റെ മുഖം വിടർന്നു. അർഹതയുള്ളത് അതിജീവിക്കുമെന്നാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത്. എന്നാൽ ഞാൻ പറയുന്നത് അതിജീവനവും വിജയവും അർഹതയുള്ള ബിസിനസ്സുകൾക്കല്ല. വരാൻ പോകുന്ന മാറ്റത്തെ മുൻകൂട്ടി കണ്ട് ആ മാറ്റത്തിന്റെ സൃഷ്ടാക്കളാകുന്നവർക്കുള്ളതാണ്. ലോകത്തിലെ എല്ലാ പരമ്പരാഗത സ്ഥാപനങ്ങളെയും സാങ്കേതികവിദ്യ കീഴ്മേൽ മറിച്ചു. പുതിയവ സൃഷ്ടിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള കീഴ്മേൽ മറിക്കലുകളുടെയും സൃഷ്ടിക്കപ്പെടലുകളും വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാശിയുടെ വികസനത്തിന്റെ 4 ദശലക്ഷം വർഷത്തേക്കാൾ കൂടുതൽ ഈ ഭൂമിയിൽ സാങ്കേതികവിദ്യ ഏറ്റവും കൂടുതൽ വികസിച്ചത് 1990 മുതൽ 2010 വരെയുള്ള വർഷങ്ങളിലായിരുന്നു. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യമോ? ഞാൻ ചിരിച്ചുകൊണ്ട് അർജുനെ ഒന്ന് ഉത്തരം മുട്ടിക്കാനായി ചോദിച്ചു. അവയെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ഇനിയും കിട്ടിയില്ലല്ലോ. അർജുൻ പിടുത്തം തരാത്ത രീതിയിൽ പറഞ്ഞു. മറ്റ് ഗ്രഹങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള സാങ്കേതികവിദ്യ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരാം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ അതിനു മുമ്പുള്ള 20 വർഷത്തേക്കാൾ വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. അതിനേക്കാൾ വിപ്ലവകരമായ ഒരു മാറ്റത്തിന്റെ അടിത്തറ പാകിയത് COVID-19 വഴി 2020 എന്ന ഒറ്റ വർഷത്തിലാണ്. ഇന്നത്തെ ഫോർച്യൂൺ 500 കമ്പനികളിൽ പകുതി മാത്രമേ അടുത്ത ദശകത്തിൽ ഉണ്ടാകൂവെന്ന് സെയിന്റ് ലൂയിസിലെ ഒലിൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നടന്ന ഗവേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. എന്തൊരു കഷ്ടമാണ്, ഞാൻ പിറുപിറുത്തു. അതെ, അതിനർത്ഥം ഈ കമ്പനികൾ മാറ്റങ്ങളെ അതിവേഗം സ്വീകരിക്കാൻ തയ്യാറാകില്ല എന്നാണ്. ഈ ആശയം മനസ്സിലാക്കാൻ ഞാൻ നിനക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു ചാർജ്ഡ് കപ്പിൾ ഡിവൈസിന് എന്തെങ്കിലും പ്രായോഗിക ഉപയോഗമുണ്ടോ എന്ന് കണ്ടെത്താൻ കൊഡാക്കിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ സ്റ്റീവ് സാസനോട് കമ്പനി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഈ ശ്രമങ്ങളാണ് ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ എന്ന ഇന്നൊവേഷനിലേക്ക് നയിച്ചത്. ഇന്നൊവേഷൻ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇടപെട്ടു. ഇന്നൊവേഷൻ? അദ്ദേഹം ചോദിച്ചു. നിങ്ങളുടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ സഫലമാക്കുന്നതിന് കൂടുതൽ മൂല്യം നൽകിക്കൊണ്ട് ഉൽപ്പന്നങ്ങളോ പ്രോസസ്സുകളോ സൃഷ്ടിക്കുന്നതോ ഉള്ളവ മെച്ചപ്പെടുത്തുന്നതോ ആണ് ഇന്നൊവേഷൻ. അതെ, എനിക്ക് എന്റെ ബിസിനസ് ഇന്നൊവേറ്റ് ചെയ്യണം. മുമ്പ് എപ്പോഴോ പീറ്റർ ഡ്രക്കറിനെ വായിച്ചതായി ഓർക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് 2 അടിസ്ഥാന ചുമതലകളേ ഉള്ളൂ: മാർക്കറ്റിംഗ് ആൻഡ് ഇന്നൊവേഷൻ. മാർക്കറ്റിംഗും ഇന്നൊവേഷനുമാണ് റിസൾട്ട് തരുന്നത്. ബാക്കി എല്ലാം ചെലവുകളാണ്. ഇപ്പോൾ ഞാൻ കൂടുതലായി മാർക്കറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഇന്നൊവേഷനെ കുറിച്ചുള്ള പാഠങ്ങളും എനിക്ക് പഠിപ്പിച്ചു തരാമോ? അർജുന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ലിൻഡ, നീ പീറ്റർ ഡ്രക്കർ എഴുതിയത് വായിച്ചിട്ടുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വാചകങ്ങൾ എനിക്കുമേറെ ഇഷ്ടപ്പെട്ടതാണ്. അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്താലോ? നീ തന്നെ അതിന് തുടക്കമിട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നന്ദി. എന്റെ മുഖം ചുവന്നു. ഇനി കൊഡാക്കിലെ സാസനിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം ഈ ഉപകരണങ്ങൾ 1975 തന്റെ മേലധികാരികൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരെന്താണ് അയാളോട് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? ആരും അവരുടെ ഫോട്ടോകൾ ടെലിവിഷൻ സെറ്റിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. 100 വർഷത്തിലേറെയായി നാം പ്രിന്റ് ഉപയോഗിക്കുന്നു. ആരും ഇതുവരെ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. പ്രിന്റ് എടുക്കാൻ ഇപ്പോൾ വലിയ ചിലവുമില്ല. അപ്പോൾ പിന്നെ ആർക്കാണ് തങ്ങളുടെ ചിത്രങ്ങൾ ഡിജിറ്റൽ സ്ക്രീനിൽ കാണാൻ താല്പര്യമുണ്ടാവുക? അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞു. ചിലർക്ക് തങ്ങളുടെ മൂക്കിനപ്പുറത്തേക്ക് കാണാനുള്ള കഴിവുണ്ടാകില്ല. ശരിയാണ്. സാസൻ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അതേസമയം അന്നത്തെ ചിത്രങ്ങളുടെ ഗുണമേന്മ അത്ര നല്ലതായിരുന്നില്ല. അത് മെച്ചപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ട് അതിൽ തുടർന്ന് ജോലി ചെയ്യാൻ സാസൻ അനുമതി കിട്ടി. എന്നിരുന്നാലും അതിനുവേണ്ടി ശ്രമിക്കുന്നത് വെറുതെ സമയം കളയുന്നതായാണ് അവർ ചിന്തിച്ചത്. 1989 സാസനും റോബർട്ട് ഹില്ലും ആദ്യത്തെ DSLR ക്യാമറ ഉണ്ടാക്കി. ഇന്നത്തെ വിപണിയിലുള്ള ഡിജിറ്റൽ ക്യാമറകൾക്ക് ഏകദേശം സമാനമായിരുന്നു അത്. അതിൽ മെമ്മറി കാർഡുകളും കംപ്രസ്ഡ് ഇമേജുകളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷെ കൊഡാക്കിന്റെ മാർക്കറ്റിംഗ് വിഭാഗം ഇതിനെ പ്രതിരോധിക്കുകയാണ് ഉണ്ടായത്.
ഈ ക്യാമറ തങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ ഫിലിം വിൽപ്പന ഇതുവഴി കുറയുമെന്ന് അവർ ഭയപ്പെട്ടു. നേരത്തെ പറഞ്ഞ കഥയിലെ യുവാക്കളുടെ ചെങ്ങാടം പോലെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫോട്ടോഗ്രാഫി വിപണിയുടെ കുത്തക കൊഡാക്കിന്റെ കയ്യിലായിരുന്നു. ഫോട്ടോഗ്രാഫി പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും അവർ പണമുണ്ടാക്കിയിരുന്നു. എന്തിനാണത് വെറുതെ കളയുന്നത്? ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹ ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ കൊഡാക് ഇൻസ്മാറ്റിക് ഉപയോഗിക്കണം, കൊഡാക് ഫിലിം ഉപയോഗിക്കണം, കൊഡാക് ഫ്ലാഷ് ട്യൂബ്സ് ഉപയോഗിക്കണം. ഇത് നിങ്ങൾക്ക് പ്രോസസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനായുള്ള ഷോപ്പിൽ പോകണം, അല്ലെങ്കിൽ കയ്യിലുള്ള ഫിലിം കൊഡാക്കിന് അയച്ചു കൊടുക്കണം. അവർ കൊഡാക് പേപ്പറിൽ പ്രിന്റ് എടുത്ത് തിരിച്ചയച്ചു തരും. ആഴ്ചകൾക്ക് ശേഷം അത് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇതാണ് ഏറ്റവും മികച്ച ബിസിനസ് പ്രോസസ് എന്ന് അവർ വിശ്വസിച്ചിരുന്നത് കൊണ്ട് സാസന്റെ പുതിയ ആശയമായി പെട്ടെന്ന് കിട്ടുന്ന ഡിജിറ്റൽ ഫോട്ടോ അവഗണിച്ചു. അവർ അവസാനം പറഞ്ഞു, ഇത് സുന്ദരമായ ആശയമാണ്, പക്ഷെ ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്. അർജുൻ അത് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു. കേൾക്കാൻ രസമുണ്ട്. വാൾട്ട് ഡിസ്നിയുടെ 4ാം ക്ലാസ് ടീച്ചർ ഡിസ്നിക്ക് ഭാവനയില്ലെന്ന് പറഞ്ഞതുപോലെ എത്രയോ നല്ല ആശയങ്ങൾ ഇങ്ങനെ തുടക്കത്തിലെ വെടിയേറ്റ് വീണിട്ടുണ്ട്. ഇതിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം, ചുമരുകൾ ഇടിഞ്ഞ് വീഴുന്നത് വരെ നിങ്ങളുടെ ആശയത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ഇന്നവേഷൻ തുടരുകയും ചെയ്യുക എന്നതാണ്. 1988 ആരംഭിച്ച കൊഡാക്, അർജുൻ തുടർന്നു, 1,40,000 ജീവനക്കാരെ ഒറ്റയടിക്ക് ജോലിക്കെടുത്തു. 1996 ഈ സ്ഥാപനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും മൂല്യമേറിയ 4ാമത്തെ ബ്രാൻഡായി. പക്ഷേ കമ്പനി ഡിജിറ്റൽ ടെക്നോളജി സ്വീകരിക്കാൻ വളരെ താമസിച്ചു. ഡിജിറ്റൽ ടെക്നോളജി സ്വീകരിക്കാനുള്ള കൊഡാക് മാനേജ്മെന്റിന്റെ കഴിവില്ലായ്മ കൊണ്ട് അവർ തന്നെ കണ്ടുപിടിച്ച ടെക്നോളജി നൽകിയ അവസരം അവർ തന്നെ നഷ്ടപ്പെടുത്തി. അത് വളരെ കഷ്ടമായിപ്പോയി. തല കുലുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, തീർച്ചയായും. അങ്ങനെ ഈസ്റ്റ്മാൻ കൊഡാക് 2012 പാപ്പരായി പ്രഖ്യാപിക്കാൻ ഫയൽ ചെയ്തു. കൊഡാക്കിന്റെ ഈ അവസ്ഥയ്ക്ക് രത്നങ്ങളും കയ്യിൽ പിടിച്ച് മരിച്ചുപോയ 4 പേരുമായി സാമ്യം തോന്നുന്നില്ലേ? അവിശ്വസനീയം, ഞാൻ പറഞ്ഞു. കൊഡാക്ക് അവരുടെ പ്രോഡക്റ്റിനെയും ബിസിനസ് പ്രോസസ്സിനെയും അന്ധമായി വിശ്വസിച്ചിരുന്നിരിക്കണം, ഉറപ്പോടെ ഞാൻ പറഞ്ഞു. അതെ, അവർ വിശ്വസിച്ചിരുന്നു, അർജുൻ മറുപടി പറഞ്ഞു. ഉപഭോക്താവിന് സ്ഥിരമായി ഏറ്റവും നല്ല അനുഭവം നൽകുന്നതോടൊപ്പം സ്ഥിരമായി സേവനം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നതാണ് ഇതിൽ നിന്നുള്ള ഒരു പാഠം. 1988 കൊഡാക്ക് ആരംഭിച്ചത് ഇങ്ങനെയൊരു പരസ്യവാചകവുമായിട്ടായിരുന്നു: നിങ്ങൾ ഈ ബട്ടൺ അമർത്തുക, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം. ലിൻഡ, ഇവിടെ അവർ എന്താണ് വിറ്റിരുന്നത്? സൗകര്യം. സാസിന്റെ ആശയം നിരസിച്ചപ്പോൾ അവരെന്താണ് ചെയ്തത്? നേരത്തെ പറഞ്ഞ അതേ സൗകര്യം തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് അവർ നിഷേധിച്ചു, ഞാൻ അഭിമാനത്തോട് പറഞ്ഞു. ശരിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രോസസ് നിങ്ങളുടെ കോർ വാല്യൂവിനെ അടിസ്ഥാനമാക്കി നിർവചിക്കണമെന്ന് പറയുന്നത്. മിക്ക ചെറുകിട ബിസിനസ്സുകളും പരാജയത്തിന്റെ വക്കിലാണ്. കാരണം ബിസിനസ് ഉടമകൾ വെറും നടത്തിപ്പുകാരായി പ്രവർത്തിക്കുകയാണ്. ബിസിനസ് പ്രോസസ്സുകൾ അവരുടെ തലയിൽ സിമെന്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ തലയിലുള്ള പ്രോസസ് പേപ്പറിലേക്ക് പകർത്തുന്ന നിമിഷം നിങ്ങളുടെ ക്രിയാത്മകതയ്ക്ക് പുതുജീവൻ നൽകുകയാണ്. പ്രോസസ് നിങ്ങളെ നിശ്ചലമാക്കി നിർത്താനുള്ളതല്ല, ഭാവിയിലെ മാറ്റങ്ങളെ മുൻകൂട്ടി കാണാനും ഇന്നവേറ്റ് ചെയ്യാനുള്ളതുമാണ്. സേവനങ്ങൾക്കുള്ള അടിത്തറയാണ് പ്രോസസ്സുകൾ, അല്ലാതെ മേൽക്കൂരയല്ല. അതായത് നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ കാര്യം. അതിനേക്കാൾ എത്രത്തോളം കൊടുക്കാമോ അത്രയും നല്ലത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ 3 നേരം ആഹാരം കൊടുത്തിരിക്കണം. എന്നാൽ അത് മാത്രമേ കൊടുക്കാവൂ എന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ അവരെ പുറത്തു കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കാം, ഇടയ്ക്ക് ഐസ്ക്രീമും കൊടുക്കാം. ഞങ്ങൾ പാതി വഴി പിന്നിട്ടെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ രീതിയിൽ ചിന്തിച്ചു. എനിക്ക് മനസ്സിലായി, ഉപഭോക്താക്കൾക്ക് കൂടുതൽ മൂല്യം കൊടുക്കണമെന്നല്ലേ അർജുൻ ഉദ്ദേശിച്ചത്? അതെ, നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനം മാത്രം പാലിച്ചാൽ പോരാ, അതിനേക്കാൾ നിരവധി ഇരട്ടി മൂല്യം നൽകണം, അദ്ദേഹം തുടർന്നു. പ്രോസസ്സുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. പ്രോസസ്സുകൾ ഒരിക്കലും ജീവനക്കാരെ റോബോട്ടുകളാക്കി മാറ്റുന്ന രീതിയിലുള്ളതാകരുത്. പ്രോസസ്സുകൾ ക്രിയാത്മകതയുടെയും ഇന്നവേഷന്റെയും ഇൻക്യുബേറ്ററുകളായിരിക്കണം. ബിസിനസ് ഉടമകൾ ചങ്കുറപ്പ് നൽകാനുള്ളതല്ല ഓർഗനൈസേഷൻ പ്രോസസ്, പകരം ബിസിനസ്സുകൾക്ക് സ്ഥിരത കൊടുക്കാനുള്ളതാണ്. പ്രോസസ്സിൽ കൂടി നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് സ്ഥിരമായി മികച്ച അനുഭവം കൊടുക്കാനും അവരെ നിങ്ങളുടെ ബ്രാൻഡിന്റെ ആരാധകരായി മാറ്റിയെടുക്കാനും സാധിക്കണം. സ്നാക്സ് കൊണ്ടുവരാനായി അർജുൻ ബട്ടൺ അമർത്തി. എയർ ഹോസ്റ്റസിനെ വിളിച്ചു.
ചെറിയ സാൻഡ്വിച്ചുകൾ അടങ്ങിയ ട്രേ എയർ ഹോസ്റ്റസ് എനിക്ക് തന്നു. രാത്രി വൈകിയുള്ള യാത്രയിൽ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്നാക്ക്. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു? അദ്ദേഹം ചോദിച്ചു. പ്രോസസ്സുകൾ ഇന്നൊവേഷന് വേണ്ടിയുള്ള ഉപകരണമാക്കണമെന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നമ്മൾ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു. വെരി ഗുഡ്. നീ നല്ലൊരു ശ്രോതാവ് കൂടിയാണ് ലിൻഡ. അദ്ദേഹം എന്റെ നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പൊട്ടിച്ചിരിച്ചു. പീറ്റർ ഡ്രക്കർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ബിസിനസ്സുകൾക്ക് അടിസ്ഥാനപരമായ 3 ചുമതലകളാണുള്ളത്. ഇന്നൊവേഷൻ, മാർക്കറ്റിംഗ്, ഒപ്റ്റിമൈസേഷൻ എന്നിവയാണവ. നമുക്കാദ്യം ഒപ്റ്റിമൈസേഷനെ കുറിച്ച് സംസാരിക്കാം. ഒപ്റ്റിമൈസേഷനിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഘടകങ്ങളെ പരമാവധിയാക്കുന്നതും ഒപ്പം അനാവശ്യമായ ഘടകങ്ങളെ അങ്ങേയറ്റം കുറയ്ക്കുന്നതുമാണ്. ഉദാഹരണത്തിന് ലാഭം കൂട്ടുന്നതും നഷ്ടം കുറയ്ക്കുന്നതും. ആളുകളെയും പ്രോസസ്സിനെയും ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വഴി വലിയ ഫലങ്ങൾ നേടാനാകും. ഉൽപാദനക്ഷമതയെക്കുറിച്ചും ടീം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചും പറയുമ്പോൾ നമുക്ക് ആഴത്തിലതേക്കുറിച്ച് സംസാരിക്കാം. ഇക്കാര്യങ്ങൾ നീ എഴുതി വെക്കുന്നുണ്ടോ? ഓ, സത്യം പറഞ്ഞാൽ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹം പറയുന്നത് പോലെ ഐപാഡ് എടുത്ത് കുറിച്ചു വെക്കുന്നതാണ് നല്ലത്. കാരണം ഇനി ഇക്കാര്യത്തിൽ ഒരിക്കൽ കൂടി കേൾക്കാനുള്ള അവസരം ഉണ്ടാകില്ല. അദ്ദേഹത്തിന്റെയും എന്റെയും സമയം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ ബാഗ് തുറന്ന് ഐപാഡ് പുറത്തെടുത്തു. തുടർന്ന് പറഞ്ഞോളൂ. ക്ഷമിക്കണം. ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തുടരാം. ബിസിനസ്സിൽ വളരാനുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? അർജുൻ ചോദിച്ചു. 1. ഉപഭോക്താക്കളുടെ എണ്ണം കൂട്ടിക്കൊണ്ട്. 2. പർച്ചേസ് മൂല്യം കൂട്ടിക്കൊണ്ട്. 3. നിലവിലുള്ള ഉപഭോക്താക്കൾ ആവർത്തിച്ച് വാങ്ങുന്നതിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട്. ഞാൻ പറഞ്ഞു. നല്ല ഓർമ്മശക്തി. അദ്ദേഹം കോഫി ടേബിളിൽ നിന്നൊരു മാസിക എടുത്ത് 2 സെക്കൻഡ് നേരം അതിന്റെ പേജുകൾ മറച്ചു നോക്കിയിട്ട് തിരിച്ചു വെച്ചു. എങ്ങനെയാണ് ഉപഭോക്താക്കളുടെ എണ്ണം കൂട്ടുന്നത്? എന്റെ ബിസിനസ്സിലേക്കുള്ള ലീഡുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട്. എന്റെ സെയിൽസ് ടീമിന് വേണ്ടി ലീഡുകളുടെ എണ്ണം കൂട്ടണം. ടീം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്റെ ടീമിൽ ഇപ്പോൾ ഞാനല്ലാതെ മറ്റാരുമില്ലെങ്കിലും ഓർമ്മകളുടെ കൈപ്പുരസം എന്റെ ശബ്ദത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇതെനിക്കൊരു വലിയ അവസരം തന്നെയാണ്. ഞാൻ വീണ്ടും നല്ലൊരു ടീം കെട്ടിപ്പടുക്കും. ശരിയാണ്. ഇനി നമുക്ക് നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കൂടുതൽ മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. നിന്റെ വരുമാനം ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ്. അർജുൻ തന്റെ ബ്രീഫ് കേസിൽ നിന്ന് കുറച്ച് കാർഡുകൾ പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം അതിൽ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് തന്നു. ഞാൻ ആ കാർഡുകൾ ഓരോന്നായി എടുത്ത് വായിച്ചു. 1. ഓൺലൈൻ ഓഫ്ലൈൻ ലീഡുകൾ കൂട്ടുക. 2. ലീഡുകളുടെ വിൽപ്പനയ്ക്കായി മാറ്റിയെടുക്കുന്ന നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ കാര്യക്ഷമത കൂട്ടുക. 3. ഉപഭോക്താക്കളെ നിലനിർത്താനും അവരെ നിങ്ങളുടെ ബ്രാൻഡിന്റെ ആരാധകരാക്കി മാറ്റിയെടുക്കാനുമുള്ള നിങ്ങളുടെ കാര്യക്ഷമത കൂട്ടുക. 4. ഓരോ ഇടപാടുകളുടെയും മൂല്യം കൂട്ടുക. 5. നിങ്ങളുടെ അപ്സെല്ലിംഗ് സ്ട്രാറ്റജിയുടെ കാര്യക്ഷമത കൂട്ടുക. 6. ബില്ലിംഗ് സ്ട്രാറ്റജിയുടെ കാര്യക്ഷമത കൂട്ടുക. 7. ഭാവിയിൽ വരുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളുടെ കാര്യക്ഷമത കൂട്ടുക. ആഹാ, ഇതിൽ കുറെ കൂട്ടലുകൾ ഉണ്ടല്ലോ. ഇടപാടുകളുടെ മൂല്യവും അപ്സെല്ലിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അടുത്ത സീറ്റിൽ നിന്ന് ഒരു പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ഇടപാടുകളുടെ മൂല്യം അഥവാ ട്രാൻസാക്ഷൻ മൂല്യം കൂട്ടുമ്പോൾ നിങ്ങളുടെ ഉപഭോക്താക്കൾ ഒരേ ഉൽപ്പന്നം കൂടുതൽ വിലയ്ക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ അവർ അത് ഒരുപാട് തവണ വാങ്ങുന്നു. എന്നാൽ അപ്സെല്ലിംഗിൽ നിങ്ങൾ ഉയർന്ന വിലയിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. ഉദാഹരണത്തിന്, അദ്ദേഹം മുന്നോട്ട് കുനിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു, നീ ജീവിതത്തിൽ എത്ര ഐഫോണുകൾ വാങ്ങിയിട്ടുണ്ട്? 3. ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ. അർജുൻ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടിയതുപോലെ തലയാട്ടി. ആപ്പിളിന്റെ ട്രാൻസാക്ഷൻ വാല്യൂ കൂടുന്നതിനൊരു ഉദാഹരണമാണിത്. നീ ഒരു മാക്ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപ്സെല്ലിംഗ് ആണ്. എന്തുകൊണ്ടെന്നാൽ മാക്ബുക്കിലൂടെ ആപ്പിൾ ഒരു വിലയേറിയ ഉൽപ്പന്നമാണ് ഇത്തവണ വിൽക്കുന്നത്. ഇനി ഫേസ്ബുക്ക്, ട്വിറ്റർ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ വഴി ഓൺലൈൻ ലീഡുകൾ കൂട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ദീർഘനിശ്വാസം വിട്ടു. എനിക്ക് ആശ്വാസം തോന്നി. ടെക്നോളജി ബിസിനസ്സിലായതുകൊണ്ട് ലീഡുകൾ ഉണ്ടാക്കാനുള്ള ഓൺലൈൻ സ്ട്രാറ്റജികൾ എനിക്ക് സുപരിചിതമാണ്. എന്റെ പ്രശ്നം അത് വിൽപ്പനയാക്കി എങ്ങനെ മാറ്റുമെന്നതാണ്. വിൽപ്പനയുടെ പുതിയ നിയമം അതിനെന്നെ സഹായിച്ചേക്കുമെന്ന് ഞാൻ കരുതുന്നു. കൊള്ളാം. അടിസ്ഥാനപരമായി വിൽപ്പനയിലേക്ക് മാറ്റാൻ വിൽപ്പനയുടെ പുതിയ നിയമം ഉപയോഗിക്കാം.
അതിനുശേഷം വിൽപ്പനയുടെ ആ പുതിയ നിയമം നിങ്ങളുടെ ടീമിന് അനുയോജ്യമാക്കുന്ന വിധത്തിൽ മാറ്റുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് വഴി എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? നിങ്ങൾ ഇതൊരു ടീമായി നടപ്പാക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നവർ ആരാണെന്ന് കണ്ടെത്താൻ കഴിയും. അത്തരക്കാർ ഉപയോഗിക്കുന്ന പൊതുവായ ഒരു ടീമായി പിന്തുടരാൻ ബാക്കിയുള്ള ടീം അംഗങ്ങൾക്കും പരിശീലനം നൽകാം. ഈ ഒറ്റ സ്റ്റെപ്പ് തന്നെ നിന്നെ ഏറെ ദൂരത്തിലേക്ക് കൊണ്ടുപോകും ലിൻഡ. ഓക്കെ, മനസ്സിലായി. അദ്ദേഹം പറയുന്നതെല്ലാം ഞാൻ കുത്തിക്കുറിച്ചു. ഇനി നമുക്ക് ഉപഭോക്താവിനെ നിലനിർത്താനുള്ള സ്ട്രാറ്റജിയെക്കുറിച്ചും നിലവിലുള്ള ഉപഭോക്താവുമായി വ്യക്തിഗത ബന്ധം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചും സംസാരിക്കാം. തങ്ങളുടെ ആഴത്തിലുള്ള വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുന്ന കമ്പനികളുമായുള്ള ബന്ധമില്ലാതാക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ലിൻഡ, നീ നടത്തുന്ന ഓരോ ഇടപഴകലിലും അവർക്ക് പ്രത്യേകത തോന്നിപ്പിക്കുക എന്നത് നിന്റെ ജോലിയാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. അവർക്കുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുകയും അവ മുൻകൂട്ടി പരിഹരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സേവനത്തെക്കുറിച്ച് പ്രതികരണം ആരായുക. ഞാൻ അതിവേഗത്തിൽ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് അവർക്ക് തുല്യമായ ഒരു അനുഭവം സമ്മാനിക്കേണ്ടതെന്ന് നിങ്ങളുടെ ഉപഭോക്താക്കളോട് ചോദിക്കുക. നിങ്ങളുടെ എതിരാളികൾ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടെത്തി അവരെ മറികടന്ന് സേവനം ചെയ്യുക. നിങ്ങൾ പുതിയ ഉപഭോക്താക്കൾക്ക് സമ്മാന കൂപ്പണുകൾ നൽകുന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഉപഭോക്താക്കൾക്കും നൽകുക. നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഉപഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതിരുന്ന് അവരെ ശിക്ഷിക്കാതിരിക്കുക. പകരം ഇത്രയും കാലം കൂടെ നിന്നതിന് അവരെ അഭിനന്ദിക്കുക. അവരെ വിളിച്ച് നന്ദി പറയുക. അവർ നിങ്ങൾക്ക് റെഫറൽ തരികയാണെങ്കിൽ അവർക്ക് അതിനും നന്ദി പറയാം. നല്ലൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് നൽകണം എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ ഉപഭോക്താക്കളാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി, മേലധികാരി, സഹപ്രവർത്തകർ, എന്തിന് നിങ്ങളുടെ ജീവനക്കാർ പോലും. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും ഇതേ തത്വം പാലിച്ചാൽ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും കുറേയേറെ ആരാധകരുണ്ടാകും. ആരാധകർ, ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ വാക്ക് എഴുതിയിട്ട് 2 പ്രാവശ്യം അടിവരയിട്ടു. അവരെ അത്യധികം സന്തോഷവാന്മാരാക്കുക എന്നതാണ് ഇവിടുത്തെ ആശയം. നിങ്ങൾക്ക് 5 സ്റ്റാർ റിവ്യൂ ലഭിക്കും. 5 അല്ല, മനസ്സ് വെച്ചാൽ 100 സ്റ്റാറുകൾ കിട്ടും. സ്വന്തം ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം ജീവനക്കാരിൽ നിന്ന് 5 സ്റ്റാർ റിവ്യൂ ആരാണ് ആഗ്രഹിക്കാത്തത്? നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലുമുള്ള എല്ലാ ഉപഭോക്താക്കളും നിങ്ങളുടെ സേവനവുമായി അന്ധമായ പ്രണയത്തിലായിരിക്കണം. ഈ സേവനത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ വാല്യൂ കൂട്ടാൻ കഴിയുന്നത്? അർജുൻ ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ച് 1 മിനിറ്റ് നേരം ചിന്തിച്ചു. എന്റെ സേവനങ്ങളുടെ മൂല്യം കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിച്ചുകൊണ്ട്. പക്ഷേ എനിക്ക് ഇനിയും എന്റെ അപ്സെല്ലിംഗ് സ്ട്രാറ്റജിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. അർജുൻ തലയാട്ടി. നിങ്ങളുടെ പക്കൽ നിന്ന് അവർ എന്തെങ്കിലും നിലവിൽ വാങ്ങിയിട്ടുണ്ടെന്നുള്ളതിലാണ് അപ്സെല്ലിങ്ങിനുള്ള സാധ്യത. നോക്കൂ ലിൻഡ, അവർ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വലിയ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്ന അനേകം ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുക എന്നതാണ്. അവർ വാങ്ങുമെന്ന് തീരുമാനിച്ചതിനേക്കാൾ വില കൂടിയ ഉൽപ്പന്നം കാണിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച സെയിൽസ് പീപ്പിൾ ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, അത് കുട്ടികളാണ്. ശരിയല്ലേ? ഞാൻ പൊട്ടിച്ചിരിച്ചു. കാരണം അത് സത്യമാണ്. തീർച്ചയായും. ആദ്യം അവർ വളരെ മര്യാദയോടുകൂടി നിങ്ങളോട് പറയും, പുറത്തു കൊണ്ടുപോയാൽ ഷോപ്പിങ്ങിന് സഹായിക്കാമെന്ന് പറഞ്ഞ് ചോദിക്കും. എന്നാൽ ഷോപ്പിലേക്ക് പോകുന്ന വഴി ഒരു മിഠായി വാങ്ങിത്തരാമോ എന്ന് ചോദിച്ച് അവർ അപ്സെൽ ചെയ്തേക്കും. ഒരിക്കൽ മിഠായി വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവർ അടുത്തത് എന്താണ് ചോദിക്കുന്നതെന്ന് അറിയാമോ? ഒരു ചുവന്ന ടോയ് കാർ വാങ്ങിത്തരാനായിരിക്കും. ഞാൻ പൊട്ടിച്ചിരിച്ചു. അത് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും പുതിയ വീഡിയോ ഗെയിം. ശരിയല്ലേ? ഒപ്പം കഴിഞ്ഞ പിറന്നാളിന് ശേഷം നല്ലതൊന്നും വാങ്ങിത്തന്നില്ലെന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഇനി അവർ ഏറ്റവും ആഗ്രഹിച്ച വീഡിയോ ഗെയിം വാങ്ങിക്കൊടുക്കാത്തതിന്റെ നിരാശയിൽ അവർ ഭാവിയിൽ ക്രിമിനലുകളാകേണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ വാങ്ങിക്കൊടുക്കും. ക്രെഡിറ്റ് ലിമിറ്റ് ആകാറായ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങളത് വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ അവരാകട്ടെ ചുറ്റും നോക്കി കൂടുതൽ വിലപിടിപ്പുള്ള ടോയ്സ് ആവശ്യപ്പെട്ട് വീണ്ടും നിങ്ങളെ അപ്സെൽ ചെയ്യാൻ ശ്രമിക്കുന്നു. വാവ്, ചതിയന്മാരുടെ രാജാക്കന്മാർ! ഞാൻ പൊട്ടിച്ചിരിച്ചു. ഞാനും എന്റെ അടുത്ത് നിന്ന് കൂടുതൽ കൂടുതൽ വാങ്ങാൻ പറഞ്ഞ് ഉപഭോക്താവിന്റെ അടുത്ത് വാശി പിടിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വീണ്ടും ചിരിച്ചു. അതെ, പക്ഷെ അങ്ങനെയല്ലെന്ന് മാത്രം. അർജുൻ തന്റെ തലകുലുക്കി, കണ്ണു തിരുമി. നിന്റെ ഉൽപ്പന്നം വഴി അവർക്ക് മികച്ച അനുഭവം കൊടുക്കുകയും പരമാവധി മൂല്യം നൽകുകയും ചെയ്യുക.
നിങ്ങൾക്ക് ലഭിക്കുന്ന പണത്തിനേക്കാൾ പല മടങ്ങ് ഇരട്ടി മൂല്യം നിങ്ങൾ നൽകുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് കൂടുതൽ വാങ്ങാതിരിക്കാൻ കഴിയുക? അപ്പോൾ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സ്വാഭാവികമായി വർദ്ധിക്കും. നിങ്ങളുടെ ബിസിനസ്സിന് പരമാവധി ക്യാഷ് ഫ്ലോ നൽകുന്ന വളരെ ലളിതമായ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ കേൾക്കുന്നുണ്ട് അർജുൻ, ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങളുടെ ബില്ലിംഗ് സ്ട്രാറ്റജിയുടെ കാര്യക്ഷമത കൂട്ടണം. തങ്ങൾ കൊടുത്ത സേവനങ്ങളുടെ പണം 60% താഴെ മാത്രം കളക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവർ ഉൽപ്പന്നം കൊടുക്കുന്നതിനായി എല്ലാ പണവും ചെലവഴിക്കുന്നു, പക്ഷെ പണം കളക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാര്യക്ഷമമായ ഒരു ബില്ലിംഗ് സ്ട്രാറ്റജി ഇല്ലെങ്കിൽ അതൊന്നും ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ വരുമാനം ഒറ്റ രാത്രി കൊണ്ട് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായുള്ള വഴി. നിങ്ങളുടെ ബില്ലിംഗ് പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യാൻ ടെക്നോളജി ഉപയോഗിക്കുക. എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഐപാഡും സ്റ്റൈലസും താഴെ വെച്ച് ദീർഘനിശ്വാസം വിട്ടു. യഥാർത്ഥത്തിൽ ഇത് വളരെ നാളുകൾ കൊണ്ട് പഠിക്കേണ്ട കാര്യമാണ്, പക്ഷേ എനിക്ക് ക്രാഷ് കോഴ്സ് ഇഷ്ടപ്പെട്ടു. അവസാനമായി ഒരു ചോദ്യം. അർജുൻ നേരത്തെ പറഞ്ഞ കാര്യക്ഷമമായ ആന്റിസിപ്പേഷൻ സ്ട്രാറ്റജി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി അറിയുക എന്നത് ഒരു ബിസിനസ് സ്കില്ലാണ്. നിങ്ങളുടെ മേഖലയിലെ അടുത്ത വലിയ മാറ്റം എന്താണെന്നതാണ് ഈ ഇന്റലിജന്റ് പ്രവചനങ്ങൾ. ഉദാഹരണത്തിന് പരസ്യമേഖല, ആരോഗ്യരംഗം, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിലും സാങ്കേതികവിദ്യ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തുന്നത്. അത് ബിസിനസ്സിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്കില്ലായി മാറിയിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾ കൊണ്ട് തനിയെ ഓടുന്ന കാറുകൾ വളരെ സാധാരണമാകും, ശരിയല്ലേ? ഞാൻ തലകുലുക്കി. ഇനി വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങുന്നത് നിയമവിധേയമാക്കുന്ന സാഹചര്യം വരുമല്ലോ. ദൈവത്തിനറിയാം കാറുകൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ചിലപ്പോൾ അവ പറക്കുമായിരിക്കും, നമ്മുടെ കിടക്കയൊരുക്കും, നമുക്ക് കാപ്പി ഇട്ടു തരും. എന്റെ ഭാവന ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു. അർജുൻ തുടർന്നു. തനിയെ ഓടുന്ന കാറുകളിൽ അപകടങ്ങൾ വളരെ കുറവാകുമ്പോൾ ഓട്ടോ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിലനിൽക്കാൻ പുതിയ ബിസിനസ് മോഡൽ വേണ്ടിവരും. കാറുകൾ ഓട്ടോമേറ്റഡ് ആകുമ്പോൾ ഓട്ടോ ഇൻഷുറൻസ് കാർ ഉടമയ്ക്ക് വേണ്ടി ആയിരിക്കുമോ അതോ കാർ നിർമ്മാതാക്കൾക്ക് വേണ്ടി ആയിരിക്കുമോ? ഇവിടെ അവർ കാര്യക്ഷമമായ ഒരു ആന്റിസിപ്പേഷൻ സ്ട്രാറ്റജി കൊണ്ടുവന്നില്ലെങ്കിൽ അവർ ബിസിനസ്സിൽ നിന്ന് പുറത്താകാൻ അധികം സമയം വേണ്ടിവരില്ല. നമ്മളെല്ലാവരും മാറ്റത്തെ, അനിശ്ചിതത്വത്തെ ഭയപ്പെടുന്നു. എന്നാൽ എക്കാലവും സ്ഥിരമായുള്ളത് മാറ്റം മാത്രമാണ്. വിപണി വിഹിതത്തിൽ, പുതിയ ഉൽപ്പന്നത്തിൽ, എന്തിന് നിങ്ങളുടെ മേഖല തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ വഴി കീഴ്മേൽ മറിക്കപ്പെടാം. എപ്പോഴും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വിപണിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത്? അർജുൻ ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ മറുപടി പറഞ്ഞു. വരാൻ പോകുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുകയും അവയെ മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്തുകൊണ്ട്, അതായത് ആന്റിസിപ്പേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട്. ഈ മാർഗത്തിലൂടെ നിങ്ങൾ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ എതിരാളികളെക്കാൾ ശക്തരായി കഴിഞ്ഞു. റേസ് കുഴ്സഖ്യൽ പോലെയുള്ള ഫ്യൂച്ചറിസ്റ്റുകളെ വായിക്കുക. അവരെല്ലാം പറയുന്നതിനോട് നിങ്ങൾ യോജിക്കണമെന്നില്ല, എന്നാൽ നിങ്ങളുടെ വീക്ഷണം വികസിപ്പിക്കുക. നിങ്ങളുടെ മേഖലയിലുള്ള ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. അടുത്ത ആഴ്ച നമ്മൾ ഇന്നൊവേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരേ ഇരിപ്പും അടുത്തത് കൊണ്ടാകാം അർജുൻ കുറച്ചു നേരം എഴുന്നേറ്റ് നിന്നു. ഇദ്ദേഹത്തിന്റെ ബാറ്ററിയുടെ ചാർജ് ഒരിക്കലും കുറയുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ശരി, ഇന്നൊവേഷൻ, മാർക്കറ്റിംഗ്, ഒപ്റ്റിമൈസേഷൻ, ഇതിൽ ഏറ്റവും പ്രധാനം ഏതാണ്? പുതിയ ബിസിനസിന്റെ മൂലക്കല്ലുകൾ ഇന്നൊവേഷനും മാർക്കറ്റിംഗുമാണ്. ബിസിനസ് വളരുമ്പോൾ ഒപ്റ്റിമൈസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറും. മാർക്കറ്റിംഗും ഇന്നൊവേഷനുമാണ് ബിസിനസിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പീറ്റർ ഡ്രക്കർ പറഞ്ഞത് അവ മാത്രമാണ് ബിസിനസിന് വരുമാനം കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നതിനാലാണ്. എന്നാൽ നിങ്ങളുടെ ഇന്നൊവേഷനും മാർക്കറ്റിംഗിനും പുതുജീവൻ പകരാൻ ഒപ്റ്റിമൈസേഷനിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവയെ രണ്ടിനെയും സ്വാധീനിക്കുന്ന ഘടകമായി ഒപ്റ്റിമൈസേഷൻ മാറുന്നു. ഇതുവഴി നിങ്ങളുടെ ഉപഭോക്താവിനെ നിലനിർത്താനും അവർക്ക് അപ്സെൽ ചെയ്യാനും സാധിക്കും. ലീഡ് ഉണ്ടാക്കാനും അവ വിൽപ്പനയിലേക്ക് മാറ്റാനും ഇത് സാധിക്കും. ഇതുവഴി ഇടപാടിന്റെ മൂല്യം കൂട്ടാനും സാധിക്കും. ഒപ്റ്റിമൈസേഷൻ നേടാനുള്ള മറ്റൊരു വഴി നിങ്ങളുടെ ബിസിനസിന്റെ പ്രോസസ് നിർവചിക്കുന്നതാണ്. പ്രോസസ് നിർവചിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഞാൻ ചോദിച്ചു. അർജുൻ വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. നിങ്ങളുടെ ബിസിനസ് വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്, പക്ഷേ മേൽനോട്ടമില്ലെങ്കിൽ ഒരു സിസ്റ്റവും ഇല്ലാത്തതുപോലത്തെ അവസ്ഥയായിരിക്കും. സിസ്റ്റവും ഒപ്പം മേൽനോട്ടവും വേണം.
ഓട്ടോമേറ്റഡ് പ്രോസസ്സിൽ നിങ്ങൾ കോക്പിറ്റിൽ ഇരുന്ന് നിങ്ങളുടെ ബിസിനസ് ഉയർന്നു പറക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കിരുന്ന് ആസ്വദിക്കാമല്ലേ? അത് തന്നെ. ഇവിടെ നിങ്ങളൊരു അടിമയായിരിക്കേണ്ടതില്ല, നിങ്ങളൊരു ഓപ്പറേറ്റർ ആയിരിക്കേണ്ടതില്ല. അത് തനിയെ പ്രവർത്തിച്ചുകൊള്ളും. ലിൻഡ, നിനക്ക് മനസ്സിലായോ? എനിക്ക് വ്യക്തമായി. കൊള്ളാം. പ്രോസസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസിന്റെ മറ്റൊരു പകർപ്പുണ്ടാക്കാവുന്ന രീതിയിൽ, അഥവാ ഫ്രാഞ്ചൈസി മോഡൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഉണ്ടാക്കേണ്ടത്. അതായത് മറ്റൊരാൾക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ അഭാവത്തിലും നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ബിസിനസ്സിന് വലിയ വളർച്ചയിലേക്ക് പോകാൻ കഴിയൂ. ബിസിനസ് മോഡൽ നിർവചിക്കുന്നതിന് മുൻപ് നീ ബിസിനസ്സിലെ 3 ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആർട്ടിസ്റ്റ്, മാനേജർ, ലീഡർ. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു. കൊള്ളാം. ഈ 3 പേരിൽ പ്രോസസ്സിനെ ഏറ്റവും എതിർക്കുന്നത് ആരായിരിക്കും? മിക്കവാറും ആർട്ടിസ്റ്റുകളായിരിക്കും, ഞാൻ പറഞ്ഞു. വളരെ ശരിയാണ്. മിക്ക ആർട്ടിസ്റ്റുമാരും ചിന്തിക്കുന്നത് അവരുടെ ബുദ്ധിപരമായ കഴിവുകളെ പരിഹസിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് സിസ്റ്റം എന്നാണ്. പ്രോസസ്സിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരാണെന്നറിയാമോ? അദ്ദേഹം ചോദിച്ചു. 4ാം ക്ലാസ്സിലെ അധ്യാപകൻ ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ലീഡേഴ്സ്, ഞാൻ മറുപടി പറഞ്ഞു. അല്ല. അദ്ദേഹത്തിന്റെ മറുപടിയിൽ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ലീഡേഴ്സ് സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ശരാശരി ആർട്ടിസ്റ്റിനെ പോലെ അവരും സിസ്റ്റത്തെ ഇഷ്ടപ്പെടുന്നില്ല. അവർ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നത് തന്നെ കമ്പനി വളരാനും വരുമാനം കൂട്ടാനും സിസ്റ്റം സഹായിക്കുമെന്നതുകൊണ്ടാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം മാനേജർമാരാണ്. അവരെ സഹായിക്കാനുള്ള ഉപകരണങ്ങളാണ് സിസ്റ്റംസ്. നിങ്ങളൊരു സംരംഭകനാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ലീഡർ സ്വപ്നം കാണുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള മാനേജർ ഒരു സിസ്റ്റത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ആർട്ടിസ്റ്റുകളാകട്ടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള ആവേശത്തിലാണ്. നിങ്ങളിലെ ആർട്ടിസ്റ്റ് നിങ്ങളിലെ മാനേജറെ കൊല്ലുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ലീഡർ ആകട്ടെ അതിൽ അഭിമാനിക്കുന്നു. എന്റെ ബിസിനസ് പരാജയപ്പെട്ടതിൽ ഒരത്ഭുതവുമില്ല, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ നിനക്കിത് ഇപ്പോൾ മനസ്സിലായല്ലോ ലിൻഡ. അദ്ദേഹം കണ്ണുകൾ അടച്ചു. ഉറങ്ങാൻ പോവുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എഞ്ചിന്റെ മുരളൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. 1 മിനിറ്റിന് ശേഷം അർജുൻ കണ്ണു തുറന്നു. നമ്മൾ ഇന്ന് നിർവചിക്കുന്ന ഏതൊരു സിസ്റ്റവും ബിസിനസിന്റെ എല്ലാ മേഖലകളിലെയും പിന്തുണയ്ക്കുന്നതാണ്. അതായത് മാർക്കറ്റിംഗ്, ഇന്നൊവേഷൻ, ഒപ്റ്റിമൈസേഷൻ എന്നിങ്ങനെ. ആദ്യത്തെ കാര്യങ്ങൾ ആദ്യം. സിസ്റ്റമൈസ് ചെയ്യാത്ത ഒരു ബിസിനസ് നിങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ദൗത്യം നിർവചിക്കണമെന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്? നിരവധി വർഷങ്ങൾ അതിനുവേണ്ടി ചിലവഴിച്ച ആളുകളെ എനിക്കറിയാം. ജീവിത ദൗത്യം കണ്ടുപിടിക്കാൻ നിങ്ങൾ അലയേണ്ടതില്ല. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിത ദൗത്യം. അല്ലാതെ ലോകത്തെ മാറ്റിമറിക്കുന്നതായിരിക്കണം, മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരുന്നതായിരിക്കണം എന്നൊന്നും ആകേണ്ടതില്ല. ഒരു നിബന്ധന മാത്രം. നല്ലതിനു വേണ്ടിയുള്ള ഒന്നായിരിക്കണം അത്. നിങ്ങളെ കൂടാതെ ആർക്കെങ്കിലും പ്രയോജനം കിട്ടുന്നതായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്രത്തോളം ആളുകൾക്ക് പ്രയോജനം കിട്ടുകയാണെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ആത്മസംതൃപ്തിയും സമ്പത്തും ലഭിക്കും. ഞാൻ തലകുലുക്കിക്കൊണ്ട് മുന്നോട്ട് ചാഞ്ഞിരുന്നു. അതിനെന്തെങ്കിലും ഉദാഹരണം പറയാമോ? അദ്ദേഹം തലയാട്ടി. തീർച്ചയായും. ജീവിത ദൗത്യത്തെക്കുറിച്ച് പറയാൻ പറ്റിയ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇലോൺ മസ്ക്. അതായത് സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെയും സിഇഒ. വലിയ പ്രശ്നങ്ങളെ നേരിടാൻ ആളുകളെ സഹായിക്കുക എന്ന ശക്തമായ ആഗ്രഹത്തോടെയാണ് അദ്ദേഹം ഈ 2 ബിസിനസ്സിലേക്കും വന്നത്. ഇന്ധനങ്ങൾക്ക് ഭാവിയിൽ കടുത്ത ക്ഷാമമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം ടെസ്ല തുടങ്ങിയത്. ആളുകൾക്ക് ചൊവ്വയിൽ താമസിക്കാൻ സഹായിക്കാനാണ് സ്പേസ് എക്സ് തുടങ്ങിയത്. ഈ ഉദ്യമത്തിൽ നിങ്ങൾ വിജയിക്കുമെന്ന് പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ലെന്നായിരിക്കും അദ്ദേഹത്തിന്റെ ഉത്തരം. അദ്ദേഹം ഇങ്ങനെ കൂടി പറയും, മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ഈ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിന് അതിന് തക്ക മൂല്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരം മികച്ചതാണോ? അല്ല. ലിൻഡ, നിനക്ക് ഇത്രയും വലിയൊരു സ്വപ്ന ദൗത്യം വേണമെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ ദൗത്യം നിന്റെ ദൗത്യമായിരിക്കണം. അർജുൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് ശ്വാസം പതിയെ പുറത്തേക്ക് വിട്ടു. എന്താണ് നിങ്ങളുടെ മിഷൻ? ഞാൻ ശാന്തമായി ചോദിച്ചു. അദ്ദേഹം എന്റെ നേരെ നോക്കി ഒന്ന് ചിരിച്ചപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ എന്റെ പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് ദശകങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചതാണ്. ഞാൻ ബിസിനസ്സിനും കരിയറിനും ലൈഫ് സ്റ്റൈലിനും ഒരു ആക്സിലറേറ്റർ ആണ്. എന്റെ ജീവിതത്തിന്റെ ദൗത്യം സമ്മർദ്ദങ്ങളെയും വേദനകളെയും ആഘോഷമാക്കി മാറ്റി
ലോകത്ത് സന്തോഷം വിതയ്ക്കുക എന്നതാണ്. അദ്ദേഹം ചാരിയിരുന്ന് എന്റെ പ്രതികരണത്തിനായി കാത്തിരുന്നു. ഇനി എന്റെ മിഷൻ എന്താകണം? നിങ്ങളുടെ ദൗത്യം വളരെ കാവ്യാത്മകമാണ്. എന്നാൽ ഞാനൊരു എഞ്ചിനീയറാണ്. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെപ്പോലെ ക്രിയാത്മകതയില്ല. നമ്മൾ ആരാണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ ആരാകുമെന്ന് നമുക്കറിയില്ല. ഷേക്സ്പിയറുടെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണിത്. പക്ഷേ ലിൻഡ, നിന്റെ ദൗത്യം നിനക്കെഴുതാൻ നീ ഷേക്സ്പിയർ ആകേണ്ട കാര്യമില്ല. അദ്ദേഹം തന്റെ സീറ്റിന്റെ അടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഐപാഡ് പുറത്തെടുത്തു. അതിൽ എന്തോ എഴുതി. നിങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഫോളോ ചെയ്യാനുള്ള ലളിതമായ രൂപമാണിത്. പെട്ടെന്ന് എന്റെ ചിന്തകൾ ഭിത്തിയിൽ തട്ടി. എനിക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി തരാമോ? അതായത് നിങ്ങളുടേതല്ലാത്തത്. അർജുൻ തലയാട്ടി. ഞാൻ പ്രചോദനമാണ്. എന്റെ കഴിവുകളും സ്കില്ലുകളും ഉപയോഗിച്ച് എനിക്ക് നിലവാരമുള്ള ജീവിതവും എന്റെ ബിസിനസ് കൊണ്ട് മറ്റുള്ളവർക്ക് മേന്മയുള്ള ജീവിതവും നൽകുക എന്നതാണ് എന്റെ ജീവിത ദൗത്യം. അദ്ദേഹം തുടർന്നു. ഞാനൊരു കരുതലുള്ള അമ്മയാണ്. എന്റെ കുട്ടികളെ നാളത്തെ ലീഡർമാരായി മാറാൻ സഹായിക്കുകയാണ് എന്റെ ജീവിത ദൗത്യം. മനസ്സിലായി. ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര വേഗത്തിൽ എഴുതിയിട്ടുണ്ടാകില്ല. അർജുനുമായുള്ള എല്ലാ സെഷനിലും ഇങ്ങനെ തന്നെയാണ്. എഴുതി എഴുതി കൈവേദനിക്കാൻ തുടങ്ങി. എന്റെ പാഷൻ ലോകത്തിലെ മറ്റ് യുവതികളുമായി പങ്കുവച്ച് ടെക്നോളജിക്കൽ ഇന്നവേഷനിലൂടെ അവർക്ക് ശാക്തീകരിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്റെ ജീവിത ദൗത്യം. ഞാൻ അത്യധികം സന്തോഷത്തോടെ ഐപാഡ് അടച്ചു വെച്ചു. അർജുൻ ഒടുവിൽ സമ്മതിച്ചു. കൊള്ളാം, നീ ഇന്ന് നല്ലൊരു ജോലി തന്നെയാണ് ലിൻഡ ചെയ്തത്. നിന്റെ ബിസിനസ് നിന്റെ ജീവിത ലക്ഷ്യവുമായി യോജിച്ചു പോകുന്നില്ലെങ്കിൽ നീ മറ്റൊരു പാഠത്തിലാണ് കൊയ്യുന്നത്. വിളവെടുത്ത പാഠം മാറിപ്പോയ ടീമിന്റെ കഥ ഓർമ്മയില്ലേ? നമുക്കതൊന്ന് പരിശോധിക്കാം. എന്ത് ബിസിനസ്സിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്? ഞാൻ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്റെ പരാജയപ്പെട്ട ബിസിനസിന്റെ കാര്യമാണോ? അതോ ഞാൻ വീണ്ടും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ബിസിനസിന്റെ കാര്യമാണോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നീ എന്താണ് വിൽക്കുന്നത് എന്നാണ്. ഓ, ഞാൻ ടെക്നോളജി മേഖലയിലാണ്. ഞാൻ ചെറുകിട ബിസിനസ്സുകൾക്ക് വേണ്ടി സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്നു. നീ അങ്ങനെ തന്നെയാണ് ഉത്തരം പറയാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സാധാരണഗതിയിൽ ആരെങ്കിലും നിങ്ങൾ എന്ത് ബിസിനസ്സിലാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിൽക്കുന്ന സേവനങ്ങളെക്കുറിച്ചോ ഉൽപ്പന്നത്തെക്കുറിച്ചോ ആണല്ലോ പറയുന്നത്. അപ്പോൾ അർജുൻ അതല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ ചോദിച്ചു. നിന്റെ ബിസിനസ്സിൽ സോഫ്റ്റ്വെയർ ആണ് ഉൽപ്പന്നം, അദ്ദേഹം പറഞ്ഞു. ശരിയല്ലേ? അതെ. അതിനു പകരം ഞാൻ എന്തു പറയണമായിരുന്നു? മാലയും വളയുമാണ് വിൽക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. അർജുന്റെ മുഖം തെളിയുകയാണ് ഉണ്ടായത്. നിനക്ക് വേണമെന്ന് വെച്ചാൽ മാലയും വളയും ഉണ്ടാക്കി വിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ചാൽ മിക്ക സംരംഭകരും വിശ്വസിക്കുന്നത് അവരുടെ ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങളാണ് വാങ്ങുന്നതെന്നാണ്. പക്ഷെ ഉപഭോക്താക്കൾ വികാരങ്ങളാണ് വാങ്ങുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ബിസിനസ്സിൽ ഒരിക്കൽ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ അവർക്ക് തോന്നുന്ന വികാരം എന്തായിരിക്കും? പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പോകുന്ന ചിത്രശലഭത്തെ പോലെയാണ് അർജുൻ ചോദ്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണല്ലേ? നീ എന്നെ വിശ്വസിക്കൂലില്ല. ഞാൻ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്റെ ഉൽപ്പന്നം എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് മൂല്യവത്തായ ഒന്നാണോ എന്നും സ്വയം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് വികാരമാണ് അത് അവരിൽ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അവർക്ക് തോന്നുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വളരാനായി തയ്യാറെടുത്തു എന്നവർക്ക് തോന്നും. തങ്ങളുടെ ബിസിനസ് നിയന്ത്രണത്തിലാണ് എന്നൊരു ആത്മവിശ്വാസം അവർക്ക് തോന്നും. അർജുൻ അത് അംഗീകരിക്കുന്നത് പോലെ പുരുകമുയർത്തി. വളരെ നന്നായിരിക്കുന്നു. അതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്. ഇതിൽ നിന്ന് ഏറ്റവും വലിയ ഒറ്റ വികാരം എടുത്തു പറയണം. എന്തായിരിക്കും അത്? അദ്ദേഹം എന്റെ മറുപടി കേൾക്കാനായി മുന്നോട്ട് ചാഞ്ഞിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതലായി തോന്നുന്നത് സ്വാതന്ത്ര്യമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ നീ വിൽക്കുന്ന വികാരം ഇതാണ്, സ്വാതന്ത്ര്യം. ചെറുകിട ബിസിനസ്സുകൾക്ക് സ്വാതന്ത്ര്യമാണ് ഞാൻ വിൽക്കുന്നത്. ആർക്കാണ് ടെക്നോളജി ആവശ്യമുള്ളത്? അർജുന്റെ കണ്ണുകൾ ആവേശം കൊണ്ട് തിളങ്ങി. അതുകൊണ്ട് ഞാൻ വിൽക്കുന്നത് സ്വാതന്ത്ര്യമാണ്, ഞാൻ ആവർത്തിച്ചു. അടുത്തതായി സ്വാതന്ത്ര്യം എന്ന വികാരം അവർക്ക് നൽകുന്നത് എന്താണ്?
അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന അളക്കാവുന്ന ഏറ്റവും വലിയ മെച്ചം എന്താണ്? അദ്ദേഹം ചോദിച്ചു. അവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നു. കൂടുതൽ വരുമാനം അവർക്ക് എന്താണ് കൊടുക്കുന്നത്? അവർക്ക് കൂടുതൽ ക്യാഷ് ഫ്ലോ ലഭിക്കുന്നു. കൂടുതൽ ക്യാഷ് ഫ്ലോ കൊണ്ട് അവർക്ക് എന്താണ് കിട്ടുന്നത്? കൂടുതൽ ലാഭം. കൂടുതൽ ലാഭം കിട്ടുന്നത് കൊണ്ട് അവർക്ക് എന്താണ് പ്രയോജനം? അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലി അവർക്ക് സ്വന്തമാകാനാകുന്നു. അപ്പോൾ നീ വിൽക്കുന്നത് ജീവിതശൈലിയാണ് ലിൻഡ. നീ നിന്റെ ഉൽപ്പന്നമാണ് വിൽക്കുന്നതെങ്കിൽ നിന്റെ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതകളെ കുറിച്ചായിരിക്കും പറയുന്നത്. ആർക്കും അതിനെക്കുറിച്ച് കേൾക്കാൻ വലിയ താല്പര്യമുണ്ടാകില്ല. അളക്കാവുന്ന അനുഭവമാണ് നീ വിൽക്കുന്നതെങ്കിൽ നീ നിന്റെ ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറയണം. നിന്റെ കമ്പനിയുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കാം. എന്റെ ക്ലയൻസിന്റെ ഏതാനും മിഷൻ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഉദാഹരണമായി എടുക്കാം. അവർ വിൽക്കുന്ന അളക്കാനാവുന്ന അനുഭവത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണവ. അവ കേൾക്കുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നിനക്ക് മനസ്സിലാകും. ഇതാ ഒരെണ്ണം. ഞാൻ ബിസിനസ്സിലേക്ക് വന്നത് സംരംഭകരെ ഇന്നവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതിനും അതുവഴി അവർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്നതിനും വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ അവർ കൊതിക്കുന്ന ജീവിതശൈലിയിലുള്ള ജീവിതം അവർക്ക് സ്വന്തമാക്കാനാകും. അവരുടെ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്താണ് ഞാനിത് സാധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എനിക്ക് എഴുതിയെടുക്കാൻ സമയം തന്നതുപോലെ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. മറ്റൊരു ഉദാഹരണം. ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്ന അമ്മമാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം കൊടുക്കാനാണ് ഞാൻ ബിസിനസ്സിലുള്ളത്. എങ്ങനെ നിക്ഷേപിക്കണമെന്ന് അവരെ ഞാൻ ശാസ്ത്രീയമായി പഠിപ്പിച്ചാണ് ഇത് സാക്ഷാത്കരിക്കുന്നത്. ഇതുകൂടി കേൾക്കുക. എന്റെ ഉപഭോക്താക്കളെ അവരുടെ പുതിയ വീട്ടിൽ ഏറ്റവും മികച്ച അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നതിനായി സഹായിക്കാനാണ് ഞാൻ ബിസിനസ്സിനുള്ളത്. അവരുടെ സ്വപ്ന ഭവനം കണ്ടെത്താനായി റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന നിലയിൽ എന്റെ ഏറെക്കാലമായുള്ള അനുഭവം ഉപയോഗിച്ച് അവരെ സഹായിക്കും. ഇനി പറയൂ, എന്താണ് നിന്റെ കമ്പനിയുടെ വിഷൻ? ഞാനൊന്ന് ദീർഘനിശ്വാസം എടുത്തു. വനിതാ സംരംഭകർക്ക് അവരിഷ്ടപ്പെടുന്ന ജീവിതശൈലി നേടിയെടുക്കാൻ അവരെ സഹായിക്കുന്നതിലാണ് ഞാൻ ബിസിനസ്സിലുള്ളത്. ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയിലൂടെ അവർക്ക് സേവനം നൽകി അവരെ ഓട്ടോമേറ്റ് ചെയ്യാനും കുതിച്ചു വളരാനും അവസരമൊരുക്കിയാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഒരു അർജുനീയനായാണ് സംസാരിക്കുന്നത്. അർജുൻ കൈകെട്ടിക്കൊണ്ട് പറഞ്ഞു. അർജുനീയൻ? ലിൻഡ, ഞാൻ മിക്കവാറും എന്റേതായ ഒരു രാജ്യമുണ്ടാക്കേണ്ടി വരും. എനിക്കത് ഇഷ്ടപ്പെട്ടു. നീ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. എനിക്ക് അഭിമാനം തോന്നുന്നു. അതോ നിനക്ക് വീണ്ടും പഴയതുപോലെ പറയണോ? ഞാൻ ടെക്നോളജി മേഖലയിലാണ് ബ്ലാ ബ്ലാ. അദ്ദേഹം കോമാളിമുഖത്തിൽ പറഞ്ഞു. നിങ്ങളെന്നെ കളിയാക്കുവാണോ? ഇനി നിങ്ങളെന്നെ കളിയാക്കിയാൽ ഞാൻ എന്റെ ഫെറാറിയിൽ എന്റെ $1,000,000 കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകും. മനസ്സിലായോ? ഞാൻ അദ്ദേഹത്തിന്റെ നേരെ നോക്കി ചിരിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്റെ തോളത്തടിച്ചു. ഒന്നിനും നിന്നെ തടയാൻ കഴിയില്ലെങ്കിൽ 25 വർഷത്തിന് ശേഷം നിന്റെ കമ്പനി എവിടെയായിരിക്കുമെന്ന് സങ്കല്പിച്ചു നോക്കൂ. വരുമാനത്തിൽ എവിടെ എത്തും? അതെഴുതൂ. നീ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്കത് നേടാൻ 25 വർഷമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടെ ചിന്തിക്കൂ. 25 വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ എവിടെയായിരിക്കും? താടിയിൽ തട്ടിക്കൊണ്ട് ഞാൻ ചിന്തിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ $25 മില്യൺ എന്റെ തലയിലേക്ക് വന്നത്. ഒന്നും എന്നെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ എന്റെ ബിസിനസ് 25 വർഷങ്ങൾ കൊണ്ട് 100 മില്യൺ മൂല്യമുള്ളതാകും. എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അതെനിക്ക് തീർച്ചയില്ല. പക്ഷേ അതിൽ ഇന്നവേഷൻ, മാർക്കറ്റിംഗ്, ഒപ്റ്റിമൈസേഷൻ എന്നിവയുണ്ടാകും. ഇന്നു മുതൽ ഞാൻ എന്റെ ബിസിനസിന്റെ സംരംഭകയും ഇന്നവേറ്ററും ലീഡറുമാണ്. എന്റെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിനെയും മാനേജരെയും വരച്ച വലയിൽ നിർത്താൻ ഞാൻ തീരുമാനിച്ചു. ഇനി ചുമതലകൾ വീതിച്ചു കൊടുക്കാനുള്ള സമയമാണ്. എന്റെ ബിസിനസ് അത് അർഹിക്കുന്ന തലത്തിൽ എത്തിക്കുവാനായി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വർഷം $25 മില്യൺ വരുമാനം എനിക്ക് നേടണം. കൊള്ളാം. 5 വർഷം കൊണ്ട് നിന്റെ സ്ഥാപനം എവിടെ എത്തണം? എത്രമാത്രം വരുമാനമുണ്ടാകും? അർജുൻ ചോദിച്ചു. വർഷം 5 മില്യൺ, ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടോ ഈ സംഖ്യകൾ എനിക്ക് അപ്രാപ്യമായി തോന്നുന്നില്ല. ഇതെന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഒരു തോന്നൽ. ഓക്കെ ലിൻഡ, ബഹുഭൂരിപക്ഷം കമ്പനികളും അടുത്ത പാദത്തിലേക്കുള്ള പ്ലാനിംഗ് മാത്രമേ നടത്താറുള്ളൂ. അതും ഓഹരി ഉടമകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എന്നാൽ ജാപ്പനീസ് കമ്പനികൾ 100 വർഷത്തെ പ്ലാനിംഗ് ആണ് നടത്തുന്നത്. 100 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ 50,000-ൽ പരമുണ്ട് ജപ്പാനിൽ. അതിൽ 3,886 എണ്ണം
200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളവയാണ്. നിന്റെ ബിസിനസ് 25 വർഷം കഴിയുമ്പോൾ എവിടെ എത്തുമെന്നതിന് വളരെ ലളിതമായ ഒരു ഓർഗനൈസേഷൻ ചാർട്ട് തയ്യാറാക്കുക. ഓരോ പൊസിഷനും അനുയോജ്യമായ ഒരു സ്ട്രാറ്റജിക് മിഷൻ എഴുതുക. നിങ്ങളുടെ ഓരോ ടീം അംഗങ്ങളുടെയും കൃത്യവും വ്യക്തവുമായ ജോലിയും ചുമതലകളും എല്ലാം അടങ്ങുന്നതാണ് സ്ട്രാറ്റജിക് മിഷൻ. ബിസിനസ്സുകളുടെ പ്രധാന ചുമതലകൾ ഇന്നവേഷൻ, മാർക്കറ്റിംഗ്, ഒപ്റ്റിമൈസേഷൻ എന്നിവയാണെങ്കിൽ ഓരോ റോളും നാം നിർവചിച്ച് ഇവ എങ്ങനെയാണ് ഈ ചുമതലകളെ പിന്തുണയ്ക്കുന്നത് എന്ന് കണ്ടെത്തണം. വിമാനം ലാൻഡ് ചെയ്യുന്നതായി പൈലറ്റിന്റെ അനൗൺസ്മെന്റിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ശരി, ഞാനത് ചെയ്തോളാം. ജീവനക്കാർക്ക് അവരുടെ റോളിനെ കുറിച്ച് എത്രത്തോളം വ്യക്തത നമ്മൾ കൊടുക്കുന്നുവോ അത്രത്തോളം മികച്ചതായി അവർ പ്രകടനം കാഴ്ചവെച്ചുകൊള്ളും. ഓരോ ജീവനക്കാർക്കും ഓരോ സ്ട്രാറ്റജിക് മിഷൻ ഉണ്ടാക്കുക എന്നത് നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കും. എന്നാൽ ഇതാണ് നിന്റെ ജീവിതം, നിന്റെ കുഞ്ഞ്, നിന്റെ ബിസിനസ്. ഇത് വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങളുടെ മേശയിലുള്ള പണമാണിത്. കൂടാതെ ഇത് ഒറ്റത്തവണ മാത്രം ചെയ്യേണ്ട ജോലിയാണ്. പിന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതിയാകും. ദീർഘകാലത്തേക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് അധികമായി തോന്നുന്നുണ്ടോ? അല്ല. എല്ലാ വർഷവും അത് നവീകരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വ്യത്യസ്തമായ പല സ്ഥാപനങ്ങളിലും ഞാൻ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ജീവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഓരോ ദിവസവും എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല എന്നതാണ്. അവരവരുടെ ജോലി വളരെ ആവേശത്തോടെ തുടങ്ങുന്നു. എന്നാൽ 90 ദിവസങ്ങൾക്ക് ശേഷം അവർ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നും പ്രോസസ്സിൽ അവർ ആരാണെന്നും അവർ മറന്നുപോകുന്നു. ഒരു തൊഴിലുടമ എന്ന നിലയിൽ നിങ്ങളുടെ ജോലി അവരെന്താണ് ചെയ്യേണ്ടതെന്ന് സ്ഥിരമായി പുനർനിർവചിച്ച് അവർ തേടുന്ന സ്ഥിരത നിങ്ങളുടെ ആ ടീമിന് കൊടുക്കുക. അവർ ആരാണെന്നും എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നും നിർവചിക്കാൻ അവരെ സഹായിക്കുക. എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താൻ അവർ നിങ്ങളെ സഹായിക്കും. മിക്ക ബിസിനസ്സുകളിലും ഞാൻ കാണാറുള്ള മറ്റൊരു വെല്ലുവിളി ആരെങ്കിലും ജോലി ഉപേക്ഷിച്ചു പോകുന്നതാണ്. ജോ സ്മിത്ത് സ്ഥാപനം വിട്ടുപോകാൻ ഒരു ദിവസം തീരുമാനിച്ചപ്പോൾ ആ സ്ഥാപനത്തേക്ക് വരുന്ന പുതിയ ആൾക്ക് വേണ്ട പ്രത്യേക സ്കില്ലുകൾ എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പുതിയ ആളെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്നും ആർക്കും അറിയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ജോ സ്മിത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം അയാളുടെ തലയിലുള്ളത് മാത്രമായിരുന്നു. പുതിയ ആളായ മേരിയാനിന് തന്റെ 6 മാസം എന്ത് ചെയ്യണമെന്ന് ശൂന്യതയിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് സംരംഭകർ എന്ന നിലയിൽ നമ്മൾ ഓരോ ജീവനക്കാരും ചെയ്യുന്നത് മോണിറ്റർ ചെയ്യണമെന്നും അവരുടെ സ്ട്രാറ്റജിക് മിഷൻ വർഷാവർഷം നവീകരിക്കണമെന്നും പറയുന്നത്. അവസാനമായി ഒപ്റ്റിമൈസേഷനിൽ ഉൾപ്പെടുന്നത് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഓപ്പറേഷൻസ് മാനുവൽ ഉണ്ടാക്കുന്നതും അത് കൃത്യമായി പിന്തുടരുന്നതുമാണ്. നിങ്ങളുടെ ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റികളുടെയും മുഴുവൻ ചേരുവയാണ് ഓപ്പറേഷൻസ് മാനുവൽ. ഓരോ ജീവനക്കാർക്കും അവരുടെ ദിവസേനയുള്ള ഗോളുകൾ നേടാൻ ഇത് പിന്തുടരാം. ഞാൻ മരിച്ചുപോയാലും കാര്യങ്ങൾ നടക്കുമല്ലോ, തലയാട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അത് സത്യമാണ്, അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരുടെയും മേൽനോട്ടം ഇല്ലെങ്കിലും നിങ്ങളുടെ ബിസിനസ് സ്വാഭാവികമായി നടന്നു പോകാനുള്ള വഴിയാണ് മാനുവലിൽ പ്രതിഫലിക്കുന്നത്. ഓരോ ദിവസത്തെയും കാര്യങ്ങളുമായി മല്ലടിച്ച് വലിയ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോകുന്ന ബിസിനസ് ഉടമകളെ സഹായിക്കുകയാണ് പ്രോസസ് ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബിസിനസ് ഉടമകൾ സ്വന്തം തലയിൽ കൂടി എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവർ ബിസിനസിന്റെ ഉടമസ്ഥതയിലേക്ക് മാറുന്നു. മനസ്സിലായി? പുതിയതും നിലവിലുള്ളതുമായ ജീവനക്കാർക്ക് വേണ്ടി വ്യക്തമായ സ്ട്രാറ്റജിക് മിഷനോട് കൂടിയ ഓപ്പറേഷൻസ് മാനുവൽ ഉണ്ടാക്കുന്നത് അവർക്ക് ദിവസേനയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത കൊടുക്കും. എന്തുകൊണ്ടാണ് സ്ട്രാറ്റജിക് മിഷനും ഓപ്പറേഷൻസ് മാനുവലും ഇവ രണ്ടും വേണമെന്ന് പറയുന്നത്? ഞാൻ ചോദിച്ചു. ഏതെങ്കിലും ഒന്നുപോരെ? നമുക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മാപ്പാണ് സ്ട്രാറ്റജിക് മിഷൻ. ഓരോ വ്യക്തിയും വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ അവരുടെ ലക്ഷ്യസ്ഥാനം ഒന്നായിരിക്കും. അതായത് അവരുടെ ബിസിനസിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ദൗത്യം ഒന്നായിരിക്കും. ഇതിൽ നമ്മളെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ചൂണ്ടുപലകയാണ് ഓപ്പറേഷൻ മാനുവൽ. വിമാനത്തിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ താഴെ കാണുന്ന ലോസ് ആഞ്ചൽസിലെ ലൈറ്റുകൾ രത്നങ്ങൾ വിരിച്ച ഒരു പുതപ്പ് പോലെ തോന്നിച്ചു. ഞാനും അർജുനും ലാൻഡിങ്ങിനായി തയ്യാറെടുത്തു. ടയറുകൾ നിലം തൊട്ടു. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഹലോ ലോസ് ആഞ്ചൽസ്, നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം. ഞാൻ വാതിൽ തുറന്ന് അപ്പാർട്ട്മെന്റിലേക്ക് കയറി.
താക്കോൽ വാതിലിന് പിന്നിലുള്ള ഹോൾഡറിലിട്ടു. ബാഗ് സോഫയിലേക്ക് എറിഞ്ഞു. ബെഡിലേക്ക് ഒറ്റക്കിടപ്പ്. പതുപതുത്ത പുതപ്പും പുതച്ച് എല്ലാം മറന്ന് ഉറങ്ങാൻ തോന്നി. ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ തന്നിട്ടാണ് അർജുൻ എപ്പോഴും പിരിയുന്നത്. പക്ഷെ എല്ലാം നല്ല കാര്യങ്ങളാണ്. ജീവിതം മുന്നോട്ട് നീക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ, ഹൃദയത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പതിവ് പോലെ എനിക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്ന് അനുഗ്രഹിച്ചതിന് ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറഞ്ഞു. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ ഫോണിൽ വന്ന വോയിസ് മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ആ ശബ്ദം കേട്ടപാടെ എന്റെ ഹൃദയം അതിവേഗത്തിൽ മിടിച്ചു. അത് ചാർലിയുടെ ശബ്ദമാണ്. ഹേ ലിൻഡ, ഒരുപാട് നാളായിട്ട് നിന്റെ ഒരു വിവരവുമില്ലല്ലോ. നിന്നോടൊരു ഹായ് പറയണമെന്നും നിനക്ക് സുഖമാണോ എന്ന് അറിയണമെന്നും തോന്നി. പിന്നെ എനിക്ക് നിന്നോടൊരു നല്ല വാർത്ത പറയാനുണ്ട്. എനിക്ക് ഡീൻ ആൻഡ് കെല്ലർമാനിൽ അറ്റോർണിയായി ജോലി കിട്ടി. ഞാൻ കുറെ നാൾ പിന്നാലെ നടന്നില്ലേ, ആ ലീഗൽ കമ്പനിയിൽ തന്നെ. അവസാനം അവരെന്നെ ജോലിക്കെടുത്തു കേട്ടോ. വല്ലാത്ത നിർവൃതിയായിരുന്നു അയാളുടെ ശബ്ദത്തിന്. എത്ര ശ്രമിച്ചിട്ടും എന്റെ വയറിനുള്ളിൽ ചിത്രശലഭങ്ങൾ പാറിപ്പറക്കുന്നത് പോലെ. എന്താണിത്? ഇത്രയും അനുഭവിച്ചിട്ടും ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചില്ലേ? എന്തായാലും എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ രീതിയിൽ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിക്കണം. എന്നെ ഒന്ന് വിളിക്കുക. നമുക്കൊരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകാം. എന്നെ വിളിക്കൂ ലിൻസ്. ലവ് യു. ബീപ്പ്. ലവ് യു ലിൻസ്? അയാൾ ആരാണെന്നാണ് അയാളുടെ വിചാരം? പെട്ടെന്നൊരു ദിവസം വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഒരു പട്ടിക്കുഞ്ഞിനെ തൂക്കിയെടുത്ത് പുറത്തു കളയുന്ന ലാഘവത്തോടെ ഒറ്റ ദിവസം കൊണ്ടെന്നെ ആരുമല്ലാത്തവളാക്കി. അതിന് ലിൻഡ എന്നോട് ക്ഷമിക്കണം, എല്ലാം മറക്കണം, ഇതായിരിക്കും അയാൾക്ക് എന്നോട് പറയാനുള്ളത്. 3 മാസങ്ങൾക്ക് ശേഷം അവസാനം അയാൾ എന്നെ വിളിച്ചിരിക്കുന്നു. അതെ, 3 മാസം. അർജുനെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലായിരുന്നു. അയാൾ എന്നെ ഇറക്കി വിട്ടതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിയാൻ കൂട്ടാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അയാൾക്ക് ആഗ്രഹിച്ച ജോലി കിട്ടി. ഇനി അയാൾക്ക് എന്നെ കാണണം, എന്നോട് സംസാരിക്കണം, ഒരുമിച്ച് ഡിന്നർ കഴിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യണം?